അങ്ങനെ ഞാൻ ഉണ്ണിയേട്ടൻ ഇവിടെ ഒരു പ്രിൻ്റ് മദ്രാസിലേക്ക് ഞാനും പോകുന്നു. അങ്ങനെ ഗുഡ് ലക്കിൽ പ്രിവ്യൂ ഇടാണ്. അപ്പം പ്രിവ്യൂ ഇടും. അപ്പോൾ പ്രിവ്യൂ സാർ ഇടാൻ പറഞ്ഞപ്പോൾ എന്നെ മനസ്സിൽ കത്തിയത് തന്നെ എൻ്റെ സിനിമാ ജീവിതത്തിന് വലിയൊരു നാഴികക്കല്ലായിട്ട് കാരണഭൂതനായ ബഹദൂർക്ക മദ്രാസിലുണ്ട്. ഞാൻ സിനിമ ചെയ്യുന്ന കാര്യമൊക്കെ ബഹദൂർക്കനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തിരുന്നു. ബഹദൂർക്ക ഇപ്പം പടങ്ങൾ തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ബഹദൂർക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് ബഹദൂർക്കയുടെ വീട്ടിൽ പോയി ബഹദൂർക്കയുടെ വൈഫ് ജമീലത്തേനെ കൂട്ടി ഞാൻ പറഞ്ഞു നാളെ ഇങ്ങനെ ഇതിടുന്നുണ്ട് വീട്ടിലേക്ക് വരണം എന്നിട്ട് പ്രത്യേകം ക്ഷണിച്ചു. നേരിട്ട് പോയി ക്ഷണിച്ചത് ബഹദൂർക്കനെ മാത്രമാണ്. അപ്പോഴേക്കും ഫാമിലി വന്നു. കബീർ റഹ്മാൻ ചേച്ചി, ചിത്ര, അങ്ങനെ ഒരുപാട് അടികളും സംഗതി വിദഗ്ധരൊക്കെ സിനിമ കാണാൻ വന്നു. ഞാൻ ടെൻഷനായിട്ട് അങ്ങനെയൊക്കെയാണ് പ്രിവ്യൂ കാണുന്നു. സിനിമ സക്സസ്സാണ്. ഇവർ നേരിട്ടിപ്പോൾ പറയുമല്ലോ ഇതൊക്കെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, അല്ലാണ്ട് സ്വാഭാവികമായിട്ട് നടക്കുന്ന നമ്മൾ പ്രേക്ഷകരല്ലല്ലോ. സിനിമയെ ഭയങ്കരമായിട്ട് അർത്ഥമുറിച്ച് വിശദീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സാറിന് താൻ കയറേണ്ടി വന്നു. ഞാൻ കയറി. ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പുറത്തിറങ്ങി. പുറത്തേക്ക് അങ്ങനെ നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സിബിസാർ ഇറങ്ങി. സിബിസാർ കണ്ടിട്ടില്ലാണ്. സിബിസാർ വർത്താനൊക്കെ പറഞ്ഞു. അടുത്ത പ്രോജക്റ്റ് ഞാൻ അടുത്ത പ്രോജക്റ്റ് ഒന്ന് സംസാരിക്കും. അങ്ങനെ വെറുതെ കാര്യങ്ങൾ. സോങ് വരുമ്പോൾ ഞാൻ ഒന്നും കൂടി പോകും. സാറും വരും. സോങ് കണ്ടിട്ട് വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഇൻ്റർവെല്ലായി. ചില ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞ് സിനിമ കഴിഞ്ഞു. സിനിമ കഴിഞ്ഞ് തൊട്ട് മുമ്പ് ഞാൻ പുറത്തിറങ്ങി. ഞാൻ ഡോറിൻ്റെ അവിടെ അങ്ങനെ ഞാൻ സിബിസാർ താനിവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞു. ആൾക്കാർ ഇറങ്ങുന്ന ആൾക്കാർ കാണണ്ടേ. ഞാനിപ്പോൾ ഓരോരുത്തർ ഇറങ്ങി പടം നന്നായിട്ട് എല്ലാവരും പറഞ്ഞു. അങ്ങനെ കബീർ പൊന്നമ്മ ചേച്ചി വന്നിട്ട് സിബി സാറിൻ്റെ അടുത്ത് നിന്ന് സിബി തൻ്റെ ശിഷ്യം കലക്കിവിടും എന്നാണ് പറഞ്ഞത്. അത് പറയുമ്പോൾ സാർ എന്നെ നോക്കി. അതാണ് എൻ്റെ മനസ്സിൽ സലാം സിനിമയുടെ ആദ്യത്തെ അവാർഡ് എന്ന് പറയും. പിന്നീട് സിനിമ ഇറങ്ങി അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അതിൻ്റെ പിന്നെ ഇത് വിഷുവും കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഓണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴും സലാം ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏപ്രിൽ കഴിഞ്ഞ് അതിൻ്റെ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്യുന്നതാണ്. നമുക്കിത് നോക്കേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ ലോഹിനെ വിളിക്കുന്നു. ലോഹി പറഞ്ഞവിടെ സിനിമ ചെയ്യാൻ സമയമെടുക്കുക, ഇനി ഒന്ന് കുറച്ച് കഴിയട്ടെ, ഒന്ന് സെറ്റിലായിട്ട് സിനിമ ചെയ്താൽ മതി, നമ്മൾ ഒരുമിച്ചുള്ള സിനിമ ഇനി ഇപ്പോൾ ചെയ്യേണ്ട, നമ്മൾ വേറെ ആലോചിക്കാം, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഉടനെ ഒന്നും കമ്മിറ്റ് ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീട്ടിലിരിക്കാം. അപ്പം ഇങ്ങനെ അച്ഛനോട് ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞ് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിച്ചു. ചിലർ ഫോൺ വിളിക്കുന്നു, പടത്തെ പറ്റി പറയുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് ഞാൻ അച്ഛനേക്കുമ്പോഴാണ് മറ്റേ ഒരു ഫോൺ വരുന്നു ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അച്ഛനാണ് ഫോൺ എടുത്തത്. അച്ഛൻ ഫോൺ എടുത്ത് അങ്ങനെ ചോദിച്ചു, അതെയോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഞാനെന്തോ കാര്യം ഇവിടെ ഉണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞാൻ എന്തേലും എം എ ദേവസി എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തനമുണ്ട്, അദ്ദേഹമാണ് അച്ഛനെ വിളിച്ചത്. ഞാൻ എന്താണ് ദേവസേട്ടാന്ന്, ഇവിടെ സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്തു, നവാഗത സംവിധായകനുള്ള അവാർഡ് തനിക്കാണ്. ഞാനത് അച്ഛനോട് പറയുമായിരുന്നു. ഞാൻ എനിക്കാണോ? അതെ, സല്ലാപം സംവിധായകൻ സുന്ദർദാസ് എന്ന് പറഞ്ഞു, ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ എന്നാണ് പറഞ്ഞ് നവാഗത പറയും. അപ്പോൾ അത് കഴിഞ്ഞ് ഫോൺ വെച്ചപ്പോൾ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു, എൻ്റെ നെറുകിലൊരു ഉമ്മയും തന്നു. അതാണ് എൻ്റെ അടുത്ത അവാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് തോന്നുന്നു കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ ഒരു കാര്യത്തിന് അതിന് എന്ന് വെച്ചാൽ കണക്കിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ സിബി സാർ വന്നിട്ടുണ്ട്. അപ്പോൾ ടി ആർ റസാഖുണ്ട്, ലോഹിദാസ് ഉണ്ട്, മുരളിച്ചേട്ടനുണ്ട്, മുരളിച്ചേട്ടനുണ്ട്. കണക്കിനവൻ്റെ ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ക്യാമറമാൻ വേണുചേട്ടനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി ലോഹി മീൻ കറിയൊക്കെ വേണമെന്നുണ്ട്. ഞങ്ങൾ കാലിക്കറ്റ് ടവറിൻ്റെ താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പിന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആരോ പറഞ്ഞിട്ട് ഹരിഹരൻ സാർ കാലിക്കറ്റ് ടവറിൽ ഒരു റൂമിലുണ്ട് എന്ന് പറഞ്ഞു. സാറ് നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ലോഹി പറഞ്ഞാൽ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പം KTC ഗംഗാരാട്ടൻ്റെ ആണെന്ന് തോന്നണം മകൻ്റെ ഒരു അവിടെ ഒരു കല്യാണം ഉണ്ട് KTCയുടെ. അതിന് നമ്മളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വന്നിരിക്കുകയാണ് ഹരൻ സാർ മദ്രാസിൽ നിന്ന്. അപ്പോൾ ലോഹി പറഞ്ഞു ഞാനൊന്ന് ഹരൻ സാറിനെ കണ്ടിട്ട് വരാമെന്നുണ്ട്. ലോഹി റൂം തിരിച്ച് ലിഫ്റ്റ് കയറിപ്പോയി. ഞങ്ങൾ ഭക്ഷണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മുരളിച്ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ടും സല്ലാപത്തിൻ്റെ ചെറിയ അംശങ്ങൾ പറയുന്ന അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഈ നമ്മൾ കാണാക്കിനാവുന്നുള്ള സിനിമയുടെ അപ്പോൾ ഞാനതിൽ വർക്ക് ചെയ്യണമെന്നില്ല. ഞാനതിൻ്റെ ഡിസ്കഷന് സാറ് വിളിച്ചപ്പോൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ
അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ചോറ് വന്നു എല്ലാം വന്നു എല്ലാവരും വെയിറ്റ് ഞാൻ പോയി ലോഹിനെ വിളിക്കി, അയാൾ അവിടെ ഇരിക്കും, നമുക്കിത് കഴിഞ്ഞിട്ട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെന്താ കഴിച്ചു, ഞാൻ പോയിട്ട് സാറ് ഞാൻ വന്ന് വിളിക്കുന്നത് ശരിയില്ല, ഹരൻ സാറിൻ്റെ റൂമിൽ വന്നിട്ട് ലോഹിനെ വിളിച്ചുകൊണ്ടിരുന്ന ശരിയില്ല, താൻ പോയി വിളിച്ചുകൊണ്ടുവന്നു. അങ്ങനെ ഞാൻ വേണ്ടി ലിഫ്റ്റ് കയറി ചെന്ന് റൂമിൻ്റെ വാതിൽ മുട്ടി ബെല്ലടിച്ചു. അപ്പം യെസ് കമിൻ എന്ന് പറഞ്ഞിട്ട് വലിയ ഗൗരവമായിരുന്നൊരു ശബ്ദം തുറന്നപ്പം ഹരൻ സാർ ഇരിക്കുകയാണ്. ഷർട്ടൊന്നും ഇടാതെ പുള്ളി കൊണ്ടുകൊടുത്ത് ഇങ്ങനെ ഈ ചുമര് ചാരി കട്ടിലിങ്ങനെ കാല് നീട്ടി ചാരി കിടക്കുകയാണ്. വാ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. ഇപ്പോൾ ലോഹി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോഹി പറഞ്ഞു മനസ്സിലായി ഇതാണ് സുന്ദർദാസ് സ്ഥലപതി. പിന്നെ ഇതൊക്കെ അറിയാമല്ലോ, പടം ഭയങ്കര ഹിറ്റല്ലേ, തന്നെ കാണുമ്പം ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ സാർ പറയും ഇരിക്കടോ. അങ്ങനെ ഞാൻ കട്ടിലിൻ്റെ കാൽക്കൽ ഇരിക്കുകയാണ്. അപ്പോൾ ഹരൻ സാറ് പറഞ്ഞു ലളിതസുന്ദരമായ സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ, പാട്ടുകളും അതിൻ്റെ ഇതൊക്കെ എടുത്ത് നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. പിന്നെ തന്നെ നേരിൽ കാണുമ്പോൾ നേരിൽ കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം, ബാല അരവിന്ദനുള്ള നടൻ എൻ്റെ സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അയാൾ ഈ ചേഷ്ടകൾ അത്ര പഥ്യമല്ല, എനിക്കത്ര ഇഷ്ടമല്ല ഇയാൾ ഷോക്കടിക്കലും തുപ്പലും മുടി പിടിച്ച് വലിക്കലും. പക്ഷെ തൻ്റെ സിനിമയിൽ അതുണ്ടായില്ല. ദ ക്രെഡിറ്റ് ഗോസ് ടു യു സുന്ദർ. അതാണ് എൻ്റെ 3ാമത്തെ അവാർഡ്. അപ്പം അങ്ങനെ സല്ലാപത്തിൻ്റെ ഒരു വിജയം, അതിൻ്റെ ഒരു വിജയലഹരി എന്ന് പറയാൻ പറ്റും, ഒരു സന്തോഷമാണ്. പിന്നെ സിബി സാറിൻ്റെ, എൻ്റെ അച്ഛൻ്റെ, ഹരൻ സാറിൻ്റെ, ഇതാണ് എൻ്റെ മനസ്സിലുള്ള സല്ലാപത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഓർമ്മ. അപ്പം അത് സല്ലാപം വലിയ സക്സസ്സായി. ആ സല്ലാപത്തിൽ സഹകരിച്ച എല്ലാവർക്കും അവരുടേതായ മേഖലകളിൽ ഒരു ഹൈപ്പ് കിട്ടി. ഇപ്പോൾ രാമദേവന് ഹൈപ്പ് കിട്ടിയെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല, ജോൺ സേട്ടൻ, കൈതപ്പുറം, അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ അതിൽ അഭിനയിച്ച ആൾക്കാർക്ക്, ഞാനടക്കമുള്ള ടെക്നീഷ്യൻസിൽ ഞാനടക്കമുള്ള ആൾക്കാർക്ക് ഒരു ലിഫ്റ്റായിരുന്നു. ദിലീപിനായാലും മഞ്ജു വാര്യർക്കായാലും കലാഭമണി, സാലു കൂറ്റനാട്, കോഴിക്കോട് ശാരദയേച്ചി, അവർ നാടക നടിയാണ്, വളരെ അറിയപ്പെടുന്ന നാടക നടിയാണ്. അവർക്ക് പിന്നെ അതിനുശേഷം അവർ ഈ നാടകത്തിൻ്റെ ഷോക്കാടൊക്കെ വരുമ്പോൾ ശാരദ ബ്രാക്കറ്റിൽ സല്ലാപം ഫെയിം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. അത് വലിയൊരു സന്തോഷം. നമ്മുടെ സിനിമയിലൂടെ ഒരു കൂട്ടം ആൾക്കാർക്ക് അവർക്ക് ജീവിതത്തിൽ അവരുടെ വഴിത്താരയിൽ ഒരു ലിഫ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത വലിയൊരു കാര്യമാണ്. അത് ഒരിക്കലും മറക്കാതെ സല്ലാപത്തിൻ്റെ വിജയവും സല്ലാപത്തിൻ്റെ ഇത്.